ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഈ റീഡിങ്ങിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്നെന്നല്ല, നിങ്ങളിത് എപ്പോൾ കണ്ടാലും ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ റീഡിങ്ങിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജ് യൂണിവേഴ്സിൽ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന തരത്തിലായിരിക്കും. ടൈംലെസ് റീഡിംഗ്, ലെറ്റ്സ് സീ. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു മെസ്സേജ് തരുന്നുണ്ട്. എന്താണ്? Six of Cups, King of Wands, Knight of Wands. Okay. ഇവിടെ ഒരു മെയിൻലി എനിക്കൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം കാണുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഈവൻ ചിലപ്പോൾ ഓക്കെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും ഒരു കരിയറിൻ്റെ ഗ്രോത്ത്, ഓക്കെ, കരിയറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത്, ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നത്, നിങ്ങൾ ക്രിയേറ്റീവ് ഐഡിയാസ് യൂസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതിൽ നിങ്ങൾക്കൊരു പുതിയ അവസരം വരുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അത് ആരുടെയെങ്കിലും ത്രൂ ആയിരിക്കാം, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ത്രൂ ആയിരിക്കാം എന്ന് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടാവും, ഹെൽപ്പ് ഉണ്ടാവും എന്ന രീതിയിലാണ്. അത് മെയിൻലി നിങ്ങളുടെ പാസ്റ്റിലുള്ള ഏതെങ്കിലും, ലൈക്ക് ഒരു നിങ്ങളെ ചെറുപ്പം തൊട്ട് അറിയുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഏതെങ്കിലും വരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും ആവാം. ഇത് കൂടുതലും നമ്മൾ പാസ്റ്റിനെ കുറിച്ചാണ് പറയാറ്. സോ ഒരു പാസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് തിരിച്ചു വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പാസ്റ്റിൽ ഒരു പേഴ്സൺ തിരിച്ചു വരുന്ന പോലെയുണ്ട്. അതിപ്പോൾ ഫ്രണ്ട് ആവാം, റിലേഷൻഷിപ്പ് ആവാം, എന്തുമാവാം. അഗൈൻ നിങ്ങൾ തമ്മിൽ മേ ബി നിങ്ങൾ ഒന്നിച്ച് ഒരു ആക്ച്വലി നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്ന പോലെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഓഫർ തരുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യുന്ന പോലെയുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പ്ലാൻ ഇടുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് വാൻസ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്ന പോലെയാണ്, സ്പീഡായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഇവിടെ ലീഡർഷിപ്പ് ലെവൽ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കരിയറിലാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത്, അതും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരു ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, കരിയറിലൊരു ഗ്രോത്ത് കിട്ടുന്ന പോലെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട് മെയിൻലി. ആൻഡ് ഇവിടെ ഐ തിങ്ക് ഇത് എനിക്ക് കൂടുതലും ഓക്കെ മെയിൻലി ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്ത്, നിങ്ങളുടെ ഉള്ളിൽ പക്ഷെ ഒരു പേടിയുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫിയർ ഉണ്ട് ദാറ്റ് ഇത് നല്ലതാണോ എന്നുള്ളത്. ഓക്കെ, അതായിരിക്കാം ഇന്നിവിടെ യൂണിവേഴ്സ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് പറയുന്ന മെസ്സേജ് അതായിരിക്കാം. എന്നിട്ട് ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് നല്ലതാണോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണോ എന്നൊരു ഡൗട്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ വരുന്നത് എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിലാണോ, അവർക്ക് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന രീതിക്ക് വരുന്ന ഒരു ചിന്തയുണ്ട് നിങ്ങൾക്ക്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് ദാറ്റ് അവർ വെറും ഒരു ഫ്ലർട്ടിങ് ആണോ, ഓക്കെ, അവർക്ക് ജസ്റ്റ് വേണ്ടത് നിങ്ങളുടെ അടുത്ത് നിന്നൊരു ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിക്കാണോ അവർ ഉദ്ദേശിക്കുന്നത് എന്നും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നല്ലതാണോ, ഓക്കെ, അവർ പറയുന്ന ഒരു കാര്യം നല്ലതായിരിക്കുമോ എന്നൊരു ഡൗട്ട് ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ സിറ്റുവേഷൻ. ഓക്കെ, യെസ്, നിങ്ങൾക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ചിന്തിക്കാം. ഓക്കെ, നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് നിങ്ങളോട് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. എവിടെയോ ഒരു ഡബിൾ എനർജി എനിക്കൊരു വാർണിംഗ് എന്ന രീതിക്കും ഫീൽ ചെയ്യുന്നു. ലെറ്റ്സ് സീ, നമുക്കത് നല്ലതാണോ അല്ലേ, യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. അവസരം കാണുമ്പോൾ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വളരെ നല്ലതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. സോ ലെറ്റ്സ് സീ, ഇത് നല്ലതാണോ. ഓക്കെ, യെസ്, ആക്ച്വലി നല്ലതാണ്. പാസ്റ്റിലുണ്ടായ സംഭവമാണ് നിങ്ങൾക്കിതൊരു വിഷമത്തിന് കാരണം. ഇത് രണ്ടും കാണിക്കുന്നത് എനിക്ക് വിട്ടുപോയ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ഇതും ഒരു വാക്കിംഗ് അവേ, തനിച്ചാക്കി പോകുന്ന രീതിയിലാണ്, ഇതും അതുപോലെയാണ്, വാക്കിംഗ് അവേ ആണ്. സോ ഇത് നിങ്ങളുടെ പാസ്റ്റിൽ വിട്ടുപോയ ഒരു ബന്ധമായിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, അവർ തിരിച്ചു വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നത്. നിങ്ങൾക്കൊരു ട്രസ്റ്റ് തീരെയില്ല. ഓക്കെ, വീണ്ടും ആ സിറ്റുവേഷൻ റിപ്പീറ്റ് ആയാലോ എന്നൊരു തോന്നലുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾക്ക് തോന്നുന്നത് അവർ ജസ്റ്റ് വീണ്ടും വന്ന് നിങ്ങളെ വീണ്ടും വേദനിപ്പിച്ച് പോവും, അല്ലെങ്കിൽ നിങ്ങളെ തനിച്ചാക്കി പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് വീണ്ടും ഞാൻ തനിച്ചത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സിറ്റുവേഷൻ നന്നായിട്ട് പോവില്ല എന്ന രീതിക്ക് ആ ഒരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് വെറുതെ അല്ല, ബിക്കോസ് നിങ്ങളുടെ ഉള്ളിൽ ആ പേടി വന്നിട്ടുണ്ടെങ്കിൽ അത് ആ പാസ്റ്റിലെ അനുഭവം കാരണമാണ്. ആൻഡ് ഈ പേഴ്സൺ നിങ്ങളെ മുമ്പ് വിട്ടുപോയ വ്യക്തിയായിരിക്കാം, അവർ തിരിച്ചു വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. സോ യെസ്, ഒരു ഫാസ്റ്റ് മൂവിങ് എനർജി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഓഫറുമായിട്ട് വരുന്നുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പുമായിട്ട് വരുന്നുണ്ട്, റിലേഷൻഷിപ്പുമായിട്ട് വരുന്നുണ്ട്. ആൻഡ് അതിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. ഓക്കെ, ബട്ട് ഓവറോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ട്രസ്റ്റ് ചെയ്യാം എന്നൊരു കാര്യമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. യെസ്, മുൻപ് ഉണ്ടായിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവും. ഓക്കെ, സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അവർ നിങ്ങളെ വിട്ടുപോയി, നിങ്ങൾ അവരെ വിട്ടുപോയി, നിങ്ങളല്ല, അവർ നിങ്ങളെ വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങളെ തനിച്ചാക്കി പോയി, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു
എനർജി എനിക്ക് കാണുന്നുണ്ട്. ബട്ട് ഇവിടെ ഓവറോൾ പറയുന്നത് ഇല്ല, നിങ്ങൾക്കിത് മുന്നോട്ട് ട്രസ്റ്റ് ചെയ്യാം എന്നാണ്. കാരണം ഇവിടെ കപ്പിളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു കപ്പിൾ എന്ന രീതിക്കാണ്, അതായത് ഒരേപോലെ വൈബുള്ള ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവരെ ട്രസ്റ്റ് ചെയ്യാമെന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു നമ്മൾ പറയില്ലേ പാർട്ട്ണർ എന്ന രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റും. പാർട്ട്ണർ അല്ലെങ്കിൽ അതിപ്പോൾ ലൈഫ് പാർട്ട്ണർ ആ രീതിക്ക്, അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഒരു കരിയറിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ തമ്മിൽ നല്ല മാച്ച് ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ചിന്തകളും അവരുടെ ചിന്തകളും ഒക്കെ ഒരു വൈബ് മാച്ച് നല്ലോണം ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഇത് ഒന്നിച്ചിത്തവണ അവർ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. 3 of Pentacles ആണ്. സോ ഒന്നിച്ച് സഹകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു നല്ലൊരു എനർജി ഇവിടെ ഉണ്ട്. ഓക്കെ, പോസിബിൾ ആണ്. ആക്ച്വലി ഇവിടെ ഫ്യൂച്ചർ പോസിബിൾ ആണ് എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങൾക്ക് യെസ് ഇത് ഗ്രോത്തിനുള്ള അവസരങ്ങളുണ്ട്. ഓക്കെ, തിരിച്ചു വരുവാണ് അവർ. ഓക്കെ, ആ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിലുള്ള ഓക്കെ മുൻപ് യെസ് ഉണ്ടായിട്ടുണ്ട്, ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇത്തവണ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നാണ് എനിക്ക് കാണുന്നത്. ആക്ച്വലി യെസ് ആണ് ഇവിടെ. അതായത് നിങ്ങളുടെ ചോദ്യം യെസ് ആ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു നല്ലൊരു അവസരമായിട്ട് എടുക്കാം. റിലേഷൻഷിപ്പിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും ബിസിനസ്സിലായാലും കരിയർ ഗ്രോത്ത് എന്തിനായാലും ഓക്കെ, ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇത് മനസ്സിലെ പേടിയാണ്, തെറ്റില്ല, നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് അവർ നിങ്ങളെ മുൻപ് തനിച്ചാക്കി പോയിട്ടുണ്ട്, നിങ്ങളെ വിട്ടു പോയിട്ടുണ്ട്. സോ യെസ്, അതിൻ്റെ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ നല്ലോണം കിടക്കുന്നുണ്ട്. ബട്ട് ഇനി അതുണ്ടാവില്ല. ഓക്കെ, അത് ഉണ്ടാവാതിരിക്കാൻ റീസൺ കൂടി ഞാൻ പറയാം. സോറി, ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്, അതായത് നിങ്ങളിപ്പോൾ ഓക്കെ വളരെയധികം മെച്ചുവേർഡാണ്. ഓക്കെ, നിങ്ങൾ പഴയ പോലെയല്ല. നിങ്ങൾ മുൻപ് ഇമോഷണൽ ആയിട്ടായിരിക്കും കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടാവുക. സോ ആ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുമ്പോൾ അത് നിങ്ങളെ നല്ലോണം ബാധിച്ചു കാണും. ബട്ട് ഇനി അത് നിങ്ങളെ ബാധിക്കില്ല. ബിക്കോസ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു പവറിലാണ് നിൽക്കുന്നത്. ഓക്കെ, അവർ പവറിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങളും പവറിലാണ്. മുൻപ് മേ ബി അവർക്കായിരിക്കും പവർ കൂടുതലുണ്ടായിട്ടുണ്ടാവുക, അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ഒരു പവർ ഉണ്ടായിരുന്നു. ബട്ട് നിങ്ങളിപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം കേപ്പബിൾ ആയിട്ടുണ്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്കൊരു ധൈര്യം വന്നിട്ടുണ്ട്. ഇനി അവർ ശ്രമിച്ചാൽ പോലും നിങ്ങളെ ഇനി വേദനിപ്പിക്കാൻ പറ്റില്ല എന്നാണ്. ബിക്കോസ് നിങ്ങളിപ്പോൾ അവെയറാണോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, അല്ലേ? നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ പ്ലാനിങ് ഓൾറെഡി ഉണ്ടാവും. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു കോൺഫിഡൻറ്റ് ലെവലിലാണ്. ആൻഡ് അതുകൊണ്ടാണ് അവർ തിരിച്ച് അട്രാക്റ്റ് ആയിട്ട് വരുന്നതും. ഓക്കെ, കാരണം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻറ്റ് ആ ഒരു എനർജിയാണ് അവർ തിരിച്ച് കൊണ്ടുവരുന്നത്. ആൻഡ് ഇവിടെ ഇനി മുന്നോട്ട് നിങ്ങൾ തമ്മിൽ സഹകരിച്ച് മുന്നോട്ട് പോകും. ബിക്കോസ് ഇനി നിങ്ങൾ ഒരിക്കലും നിങ്ങൾ താണു കൊടുക്കുന്ന ഒരു ലെവലിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഓവർ ഗിവിങ് ചെയ്യലോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ യെസ്, അത് നിങ്ങളുടെ ഒരു മാറ്റമാണ് ഈ ഒരു തിരിച്ചു വരവിന് റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോറി, ചോയ്സസ്, make the best choices, illusion, resilience, കുറച്ച് കാർഡ്സ് എടുക്കുന്നുണ്ട് ഞാൻ. മെമ്മറീസ്, കോമ്പറ്റീഷൻ, സമ്മൺ കറേജ് ആൻഡ് ഓക്കെ യെസ്, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എങ്ങാനും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റ് ഇത് ശരിയല്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റ് ചെയ്യൂ. ഓക്കെ, അവിടെ ഇപ്പം നമുക്ക് വാർണിംഗ് എന്താണെന്ന് വെച്ചാൽ, അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സിറ്റുവേഷൻ വേണ്ട എന്ന് വെക്കണ്ട. ഓക്കെ, സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു എപ്പോഴും ഒരു ശ്രദ്ധ നിങ്ങൾ വെക്കുക. ഒരു നമ്മൾ പറയില്ലേ ഒരു കണ്ണ് തുറന്നിരിക്കുക എന്ന് പറഞ്ഞ പോലെ, എനിക്ക് ഉറങ്ങുമ്പോഴും ഒരു കണ്ണ് തുറന്നിരിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ടെൻഷനായിട്ട് ഇരിക്കാനല്ല പറയുന്നത്. ഓക്കെ, ബട്ട് അവെയർ ആയിട്ടിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങൾക്കിത് പ്രോപ്പർലി റോങ് ആയിട്ട് തോന്നുന്നു എന്ന് വെച്ചാൽ വിട്ടുകളഞ്ഞേക്കും, അതിലേക്ക് പോകാൻ നിൽക്കരുത്. ഓക്കെ, ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. കുറച്ച് പേർക്ക് പക്ഷേ ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത് ഓക്കെ ഒന്ന് അവസരം കൊടുക്കാം എന്നുണ്ടെങ്കിൽ ഓക്കെ ഗോ അഹെഡ്. ഓക്കെ, ചോയ്സസ്, മേക്ക് ദ ബെസ്റ്റ് ചോയ്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് ഇവിടെ അഗൈൻ ഇവിടെ കണ്ടു 2 പേര് ഉള്ളതുണ്ട്. നേരത്തെ ആ 6 of Cups ഒരു അതേ പിക്ചറാണ് ഇവിടെ. സോ യെസ്, ഇവിടെ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വീണ്ടും കാണുന്നുണ്ട്. സപ്പോർട്ടായിട്ട് തന്നെയാണ് കാണുന്നത്. ബട്ട് ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കെയർഫുൾ ആയിക്കോളൂ. ഇവിടെ മെമ്മറീസും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ നോസ്റ്റാൾജിയ മെമ്മറീസ് ഒക്കെയാണ്. നിങ്ങൾക്ക് ആ പേഴ്സണുമായിട്ട് ഒരു പാസ്റ്റിലെ മെമ്മറീസ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇപ്പോഴും മേ ബി ആ ഒരു പേടി അതുകൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, ഇതൊരു നിങ്ങൾ തമ്മിലുള്ള ആ കണക്ഷൻ അതങ്ങനെയാണ്. മേ ബി പാസ്റ്റിലും നിങ്ങൾ തമ്മിൽ അത്രത്തോളം അറ്റാച്ച്ഡ് ഒക്കെ ആയിരുന്നിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു നോസ്റ്റാൾജിയ മെമ്മറി നിങ്ങളുടെ ഉള്ളിൽ ആ പേഴ്സണിനെ പറ്റിയിട്ടുണ്ടാവും. ഇവിടെ ഇല്യൂഷൻ കാണുന്നുണ്ട്, എംബ്രേസ് ദ ട്രൂത്ത്. ഓക്കെ, ശരിക്കും നിങ്ങളുടെ സത്യങ്ങളെ ക്ലിയർ ആയിട്ട് കാണുക എന്നാണ് പറയുന്നത്. ഒരു മനസ്സിൽ
കാര്യങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യൂ എന്നാണ് പറയുന്നത്. റെസിലിയൻസ് ഉണ്ട് ഇവിടെ, റൈസ് അബൌട്ട് ട്രബുലേഷൻസ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾക്ക് നല്ലോണം കഴിവുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി എൻ്റെ ഇവിടെ കറേജ് ആൻഡ് കോൺഫിഡൻസ് ഉണ്ടാകും. സോ ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി ഒരിക്കലും നിങ്ങൾ ആ പഴയ പോലെ ഇനി വീഴില്ല. ഓക്കെ, നിങ്ങളെ പഴയ പോലെ അവർക്ക് തനിച്ചാക്കി പോകാനോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളിനി അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോവില്ല. ഓക്കെ, അതാണ് ഡിഫറൻസ്. അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതൊരു അവസരം നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നിങ്ങളിനി പഴയ പോലെ പക്ഷേ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും വേദനിക്കില്ല. ബിക്കോസ് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. മാത്രമല്ല നിങ്ങൾക്ക് എന്തിൽ നിന്നും മേലെ വരാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളോട് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു എന്താ പറയുക, കറേജ് ആൻഡ് കോൺഫിഡൻസോടെ കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ധൈര്യത്തിൽ മുന്നോട്ട് പോകൂ എന്നാണ്. ധൈര്യം വെക്കൂ കയ്യിൽ. ഓക്കെ, സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കൂ. ആരെയും മുമ്പിൽ നിങ്ങൾ മോശമോ അല്ലെങ്കിൽ നിങ്ങൾ താഴെയോ എന്ന രീതിയിൽ ഇനി ആവരുത്. ഓക്കെ, അതായിരിക്കാം മോർണിംഗ് എന്ന് ഇവിടുത്തെ. ഓക്കെ, പാസ്റ്റിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്. സോ അതിനെ മനസ്സിൽ വെക്കൂ. ഓക്കെ, ഇനി മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളതും നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കാം. ഇവിടെ കാണുന്നത് ഒരു പോസിറ്റീവാണ്. ബിക്കോസ് ഇപ്പം നിങ്ങൾ ചേഞ്ച് ആയിട്ട്, അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങൾക്ക് പഴയ പോലെ ഒരു പ്രശ്നം വരില്ല. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സഡൻലി വന്നത്. അത് എന്തായാലും ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പായി കാണും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.